ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഒരു ഏതൊക്കെ പ്രത്യേകതകളുള്ള സീക്വൻസാണ് അരിത്തമാറ്റിക് സീക്വൻസ്, അതിൻ്റെ കോമൺ ഡിഫറൻസ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു സീക്വൻസ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമ്മൾ അറിയാൻ എന്താ ചെയ്യേണ്ടത്. അടുത്തടുത്ത ടേമുകൾ രണ്ടെണ്ണം എടുത്താൽ അതിൽ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറയ്ക്കുമ്പോൾ എപ്പോഴും ഒരേ നമ്പർ തന്നെ കിട്ടുകയാണെങ്കിൽ അതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ആ കിട്ടുന്ന ഒരേ നമ്പർ അതായത് ആ സീക്വൻസിലെ അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്, കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്, അതിനെ കോമൺ ഡിഫറൻസ് എന്ന് പറയും. ഇപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത്, check whether each of the sequences given below is an arithmetic sequence. Give reasons. For the arithmetic sequences, write the common difference also. First question, sequence of odd numbers. നിങ്ങൾക്കറിയാം odd നമ്പേഴ്സിൻ്റെ സീക്വൻസ് ഏതാ? 1, 3, 5 etc. ഇവിടെ ഫസ്റ്റ് ടേം x1 is 1, x2 is 3, x1 is 1, x2 is 3 and x3 is 5. Here x2 minus x1, that is 3 minus 1, that is 2. x3 minus x2, that is 5 minus 3 is equal to 2. That is x3 minus x2 is equal to x2 minus x1. ഇവിടെ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുമ്പോഴും തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറയ്ക്കുമ്പോഴും ഒരേ നമ്പർ തന്നെ കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹെൻസ് ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണ്? ആൻഡ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ഈസ് 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് 2, 4, 6, 8 etc. Here first term x1 is 2, x2 is 4, x3 is 6. Therefore x2 minus x1, that is 4 minus 2 is 2. x3 minus x2, that is also 6 minus 4, that is also 2. That is x3 minus x2 is equal to x2 minus x1. അതായത് അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആണ്. Hence this is an arithmetic sequence and its common difference നമ്മൾ d എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. d is equal to 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, sequence of fractions got as half the odd numbers. odd numbers ഏതാ? 1, 3, 5 etc. ആണ് odd numbers. അതിൻ്റെ ഹാഫ് 1/2, 3/2, 5/2 etc. ഈ സീക്വൻസ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? ഇവിടെ x1 1/2, x2 3/2, x3 5/2. x2 minus x1, that is 3/2 minus 1/2 ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 3/2 minus 1/2. ഇവിടെ 2 എന്ന് പറയുന്നത് കോമൺ ഡിനോമിനേറ്റർ ആണ്. ഇപ്പോൾ ഫ്രാക്ഷൻ സബ്ട്രാക്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിനോമിനേറ്റർ എഴുതിയിട്ട് ന്യൂമറേറ്റർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 3 minus 1, that is 2/2, that is equal to 1. Here also x3 minus x2, 5/2 minus 3/2, that is also 1. Here x3 minus x2 is equal to x2 minus x1. Hence this is an arithmetic sequence and d is equal to 1. അപ്പോൾ x2 അതായത് അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ആയിട്ട് വന്നതുകൊണ്ട് ഈ സീക്വൻസ് എന്താണ്? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. നെക്സ്റ്റ് സീക്വൻസ് ഈസ് 2, 2 square, 2 cube etc. Here x1 is equal to 2. x2 എന്ന് പറയുന്നത് 2 square, that is 4. x3 എന്ന് പറയുന്നത് 2 cube,
2 cube എന്ന് പറഞ്ഞാൽ 2 into 2 into 2. That is 8. x2 minus x1 is equal to 4 minus 2 is equal to 2. x3 minus x2 is equal to 8 minus 4 is equal to 4. Here x3 minus x2 not equal to x2 minus x1. നോക്കിക്കേ, x2 minus x1 2 x3 minus x2 4 ആണ്. അപ്പോൾ ഇത് ഒരേ നമ്പർ ആഡ് ചെയ്തല്ല ഈ സീക്വൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെൻസ് ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതിന് കോമൺ ഡിഫറൻസ് ഇല്ല, അതുകൊണ്ട് ഒരു എന്തല്ല, അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. നെക്സ്റ്റ് വൺ, സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽ, നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 എക്സെട്ര, അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ ഫ്രാക്ഷൻ 1 1/2 1/3 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടേം x1 is equal to 1, x2 is equal to 1/2, x3 is equal to 1/3. Therefore x2 minus x1 is equal to 1/2 minus 1, that is equal to minus half. ഹാഫിൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ മൈനസ് ഹാഫ്. x3 minus x2, that is equal to 1/3 minus 1/2. ഇവിടെ ഡിനോമിനേറ്റർ കോമൺ അല്ല, അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3. അപ്പോൾ 2 minus 3/2 into 3. That is 2 minus 3 is minus 1, minus 1/6. Here also x2 minus x1 is minus half, x3 minus x2 is minus 1/6. അതായത് അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ അല്ല. x3 minus x2 not equal to x2 minus x1. Hence this is not an arithmetic sequence. നെക്സ്റ്റ് വൺ, അടുത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഇഫ് ദി പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ് ഡു ദി നമ്പേഴ്സ് ഓഫ് കളേർഡ് സ്ക്വയേഴ്സ് ഫോം അൻ അരിത്തമാറ്റിക് സീക്വൻസ്. നമുക്കിവിടെ തന്നിരിക്കുന്നത് പുറത്ത് ഒരു സ്ക്വയറും അകത്തൊരു സ്ക്വയറുമായിട്ടാണ്. അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കുറേ സ്ക്വയറുകളാക്കിയേക്കുക. അപ്പോൾ പുറത്തുള്ള സ്ക്വയറിന് നമ്മൾ ഓരോ സ്ക്വയറിനും കളർ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത് ഈ കളേർഡ് സ്ക്വയേഴ്സിൻ്റെ എണ്ണം, ഒരു ഫസ്റ്റ് കേസിൽ 8 കളേർഡ് സ്ക്വയേഴ്സാണ് ഉള്ളത്. സെക്കൻഡ് ഫിഗറിൽ 12 കളേർഡ് ഫിഗേഴ്സാണ് ഉള്ളത്. തേർഡ് ഫിഗറിൽ 16 കളേർഡ് സ്ക്വയേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വണ്ണിൽ 8 കളേർഡ് സ്ക്വയേഴ്സ്, സെക്കൻഡ് വണ്ണിൽ 12 കളേർഡ് സ്ക്വയേഴ്സ്, തേർഡ് വണ്ണിൽ 16 കളേർഡ് സ്ക്വയേഴ്സാണ് ഉള്ളത്. അവർ പറയുന്നത് ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും എന്ന് പറഞ്ഞാൽ 8 12 16 എക്സെട്ര ഈ പാറ്റേണിലായിരിക്കും കളേർഡ് സ്ക്വയേഴ്സ് ഉണ്ടാകുക. ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? ഹിയർ x1 is equal to 8, x2 is equal to 12, x3 is equal to 16. Therefore x2 minus x1 is equal to 12 minus 8 is equal to 4. x3 minus x2 is equal to 16 minus 12 is equal to 4. ഇവിടെ നോക്കിയാൽ അറിയാം x2 minus x1 4 ആണ്, x3 minus x2 4 ആണ്. അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. Therefore it is an arithmetic sequence. നെക്സ്റ്റ്, ഇവിടെ കുറേ സ്ക്വയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ ഞാൻ കുറച്ച് വരച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്. ഇവിടെ കൊടുത്തേക്കുന്നത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിനകത്ത് എത്ര ചെറിയ സ്ക്വയർ ഉണ്ട്? 2 എണ്ണം. ഇവിടെയോ 4 ചെറിയ സ്ക്വയർ ഉണ്ട്. ഇവിടോ 1 2 3 4 5 6 ചെറിയ സ്ക്വയർ ഉണ്ട്. അടുത്ത ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അടുത്ത ഫിഗറിനകത്ത് 8 ചെറിയ സ്ക്വയർ ഉണ്ട്.
ഇനിയും ചോദിച്ചേക്കുന്നത് എത്ര വലിയ സ്ക്വയർ ഉണ്ട്. ഇവിടെ വലുതായിട്ട് വല്ല സ്ക്വയറും ഉണ്ടോ? ഇല്ല. അപ്പം അതിന് എണ്ണം 0. നെക്സ്റ്റ് ഒരെണ്ണേ ഉള്ളൂ വലിയ സ്ക്വയർ. അടുത്തത് നോക്കിക്കേ, എത്ര എണ്ണമാ? ഇതാ ഇവിടെ ഒരു വലിയ സ്ക്വയർ നമുക്ക് കണ്ടെത്താൻ പറ്റും. അടുത്തതാ ഇങ്ങനെ ഒരെണ്ണം കണ്ടെത്താൻ പറ്റും. അപ്പോൾ എത്ര എണ്ണം വന്നു? ഇങ്ങനെ ഈ 2 എണ്ണം ചേർത്ത്, ആദ്യത്തെ ഈ 4 എണ്ണം ചേർത്തൊരു സ്ക്വയർ ഉണ്ടാക്കാം. ഈ 4 എണ്ണം ചേർത്ത് മറ്റൊരു സ്ക്വയർ ഉണ്ടാക്കാം. അപ്പോൾ എത്ര സ്ക്വയേഴ്സ് പറ്റി? 2 എണ്ണം. അടുത്ത ഫിഗർ നിങ്ങൾ നോക്കാമെങ്കിൽ നിങ്ങൾക്ക് 3 സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ? ആകെ എത്ര സ്ക്വയർ ഉണ്ട്? ചെറുതും വലുതും എല്ലാം കൂടെ. ചെറുത് നമ്മൾ പറഞ്ഞു 2, 4, 6, 8 ഒക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. വലുതോ 0, 1, 2, 3 ഒക്കെയാണ് ഉള്ളത്. അപ്പം ആകെ ചെറുതും വലുതുമായിട്ട് ആകെ എത്ര എണ്ണം ഉണ്ട്? 2 ഉണ്ട് ഈ കേസിൽ. അടുത്ത കേസിലോ 1, 2, 3, 4, പിന്നെ ഈ വലുതുണ്ടാകുമ്പോൾ 5. 4 + 1 5. അടുത്തത് ചെറുത് 6, വലുത് 2, അപ്പം ടോട്ടൽ 8. അടുത്തത് ചെറുത് 8, വലുത് 3, ടോട്ടൽ 11. ഈ കേസിൽ ഇതെല്ലാം അരിത്തമാറ്റിക് സീക്വൻസ് ആകുമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. x2 - x1, 4 - 2, that is 2. x3 - x2, that is also 2. Next 1 - 0, 1. 2 - 1, 1. അപ്പോൾ ഇവിടെയും കോമൺ ഡിഫറൻസ് 2 ഉള്ള അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇത് കോമൺ ഡിഫറൻസ് 1 ഉള്ള അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇത് നോക്കിക്കേ, 5 - 2, that is 3. 8 - 5, 3. അപ്പോൾ ഇത് എന്ത് കോമൺ ഡിഫറൻസ് ഉള്ളതാണ്? 3 കോമൺ ഡിഫറൻസ് ഉള്ള അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 2 ആണ്. ഈ കേസിൽ കോമൺ ഡിഫറൻസ് 1 ആണ്. ഈ കേസിൽ കോമൺ ഡിഫറൻസ് 3 ആണ്. നെക്സ്റ്റ് ഇവിടെ കുറച്ച് സ്റ്റെപ്പുകൾ കൊടുത്തേക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദി സ്റ്റെയർ കേസ് ഷോൺ ഹിയർ, ദി ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 10 സെൻറ്റിമീറ്റർ. ഈ സ്റ്റെപ്പിന് 10 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. ആൻഡ് ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ആഫ്റ്റർ ഇറ്റ് ഈസ് 17. ഇതിന് ശേഷമുള്ള ഓരോന്ന് 17.5 ഹൈറ്റുള്ള സ്റ്റെപ്പുകളാണ്. ഇപ്പോൾ ഫസ്റ്റ് 1 10 ആണ്, പിന്നുള്ളതെല്ലാം 17.5 ആഡ് ചെയ്തതാണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് ഹൗ ഹൈ ഫ്രം ദി ഗ്രൗണ്ട് വുഡ് ബി സമ്മൺ ക്ലൈംബിങ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ഒരാൾ കയറിയാൽ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അയാൾ ഗ്രൗണ്ടിൽ നിന്നും എത്ര ഉയരത്തിലാണ്. അപ്പം ആദ്യം അയാൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എന്താണ്? തറയിൽ നിന്നും 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ അയാൾ എങ്ങനെ വരുന്നത്? ഇത്ര ഉയരം വരുന്നുണ്ട്, അതിൻ്റെ കൂടെ 17.5, 10 + 17.5 ഹൈറ്റിലായിരിക്കും ഇവിടെ നിൽക്കുമ്പോൾ. ഇനി തേർഡ് സ്റ്റെപ്പ് കഴിയുമ്പോഴോ 10 + 17.5 + 17.5. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ 10 സെൻറ്റിമീറ്റർ, സെക്കൻഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ 27.5, തേർഡ് സ്റ്റെപ്പ് കഴിയുമ്പോൾ അയാൾ 45 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. ഫോർത്ത് സ്റ്റെപ്പ് കഴിയുമ്പോൾ അയാൾ 62.5 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് കഴിയുമ്പോൾ അയാൾ 80 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. ലാസ്റ്റിൽ ആ സിക്സ്ത് സ്റ്റെപ്പും കഴിയുമ്പോൾ 97.5 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. അപ്പം ഇവിടെ ഫസ്റ്റ് ടേം 10-ൽ തുടങ്ങി. നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ 10-ൽ തുടങ്ങിയ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. സീക്വൻസ് ആയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 10, 27.5, 45, 62.5, 80, 97.5. ഇതാണ് ആ സീക്വൻസ്. നെക്സ്റ്റ് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇൻ ദിസ് പിക്ചർ ദി പെർപെൻഡിക്കുലേഴ്സ് ടു ദി ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. അതായത് ഇവിടുന്ന് പെർപെൻഡിക്കുലർ താഴോട്ട് വരച്ചേക്കുക. ഈ പെർപെൻഡിക്കുലേഴ്സിൻ്റെ എല്ലാം ഇടയ്ക്കുള്ള സ്പേസ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ് ഫോം ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അതായത് അത് പ്രൂവ് ദാറ്റ്. അപ്പം ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് എല്ലാം
കണ്ടുപിടിച്ചാൽ അതൊരു അരിത്തമാറ്റിക് സീക്വൻസിലാണ് എന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ഈ ലെങ്ത് നമുക്ക് അറിയത്തില്ല, എഫ് എന്ന് എടുത്തു. ഈ ലെങ്തുകളെല്ലാം ഈക്വലി സ്പേസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ. ഞാനൊരു ഡി എന്ന് എടുത്തു ഈ ഡിസ്റ്റൻസ്. ഇനിയും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് എച്ച് എന്ന് എടുത്തു. ഈ ഗ്രൗണ്ടിന് പാരലായിട്ട് ഇങ്ങോട്ട് ലൈൻ വരച്ചാൽ ഈ ഹൈറ്റ് എല്ലാം എച്ച് ആയിരിക്കുമല്ലോ. ഇത് എച്ച് ആകുമ്പോൾ ഈ ഹൈറ്റ് എല്ലാം എച്ച് ആയിരിക്കും. ഇനി അടുത്തത് ഇവിടെ നിന്ന് ഞാൻ ഗ്രൗണ്ടിന് പാരലായിട്ട് ലൈൻ വരച്ചു. ആ ഹൈറ്റ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ആയിരിക്കുമല്ലോ. ഇപ്പം ഇവിടുത്തെ ഹൈറ്റ് ഇവിടെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഈ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താ? ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് ഡി ആണ്, ഇതും ഡി ആണ്. ഇത് 90 പെർപെൻഡിക്കുലർ വരച്ചേക്കുക. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് ആണല്ലോ. ഇത് പാരലൽ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഈക്വലാണ്. അപ്പം 2 ആംഗിളും കോമൺ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾസ് എന്ത് ട്രയാങ്കിൾസ് ആവും? ഈക്വൽ ട്രയാങ്കിൾസ് ആവും. അപ്പം ഇതിൻ്റെ ഈ സൈഡ് എക്സ് ആണെങ്കിൽ ഈ സൈഡും എക്സ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഹൈറ്റ് എത്ര വരും? ഫസ്റ്റ് കേസിൽ എച്ച്, സെക്കൻഡ് എച്ച് പ്ലസ് എക്സ്, തേർഡ് എച്ച് പ്ലസ് 2x. അപ്പം ഇവിടെ ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് സീക്വൻസ് എങ്ങനെയാണ് വരുന്നത്? എച്ച് പെർപെൻഡിക്കുലേഴ്സിൻ്റെ ഹൈറ്റാണ് എച്ച് പ്ലസ് എക്സ്, എച്ച് പ്ലസ് 2x, അടുത്തത് വരുമ്പോൾ എച്ച് പ്ലസ് 3x എക്സെട്ര. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. എന്താണ് അതിൻ്റെ കോമൺ ഡിഫറൻസ്? എക്സ് വീതമാണ് കൂടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് എ കോമൺ ഡിഫറൻസ് എക്സ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇവിടെ ഈക്വലി സ്പേസ്ഡ്, ഈ ഡിഫറൻസ് സെയിം ആണെന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ഒരു എക്സ് എടുത്താൽ അതേ ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും ഇവിടെ എന്ന് പറയുന്നതിന് കാരണം ഈ 2 ട്രയാങ്കിൾസ് ഈക്വലാണ്. അതിന് കാരണം ഈ ഡി എന്ന് പറയുന്ന ലെങ്ത് ഈക്വലാണ്. ഇവിടെ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ വയ്ക്കുന്നത് 90 ഡിഗ്രിയാണ്. ഈ ലൈൻസ് എല്ലാം ഗ്രൗണ്ടിന് പാരലായതുകൊണ്ട് ഈ ആംഗിൾസ് ഈക്വലാണ്. ഇപ്പോൾ 2 ആംഗിളും കോമൺ സൈഡ് ഈക്വൽ ആയതുകൊണ്ട് 2 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് ആകുമ്പോൾ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വലാണ്. അതുകൊണ്ടാണ് ഇവിടെ എക്സ് വരുന്നത്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലെങ്ത് എച്ച്, അടുത്തതിൻ്റെ എച്ച് പ്ലസ് എക്സ്, അടുത്തത് എച്ച് പ്ലസ് 2x, അടുത്തത് വരുമ്പോൾ എച്ച് പ്ലസ് 3x. അപ്പോൾ ഈ ഹൈറ്റുകളെല്ലാം കോമൺ ഡിഫറൻസ് എക്സിലുള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ, xn ഇസ് ഈക്വൽ ടു n ക്യൂബ് മൈനസ് 6n² പ്ലസ് 13n മൈനസ് 7. ഇതാണ് നമുക്ക് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇവിടെ എന്ത് ടേം തന്നേക്കും ഒരു സീക്വൻസിൻ്റെ? ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ? അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കും, തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കും. അപ്പോഴെല്ലാം നമുക്ക് ഒരേ ആൻസർ തന്നെ കിട്ടിയാൽ ആ ഡിഫറൻസ് കോമൺ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പോൾ ഇവിടെ n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് x1 കിട്ടുമല്ലോ. 1 മൈനസ് 6 പ്ലസ് 13 മൈനസ് 7, അത് 1 എന്ന് കിട്ടും. ഇനി n-ന് 2 എന്ന് കൊടുത്തേ, 2 എന്ന് കൊടുത്ത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 എന്ന് കിട്ടും. അടുത്തത് n-ന് 3 എന്ന് കൊടുത്താൽ നിങ്ങൾക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പോൾ x1 1, x2 3, x3 5, 1 3 5 എന്ന് വന്നു. ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണല്ലോ. 1 3 5. നമ്മൾ നോർമൽ കേസ് നമ്മൾ എന്ത് പറയും? x2 മൈനസ് x1, x3 മൈനസ് x2, ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ സീക്വൻസ് എന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ n-ന് 4 എന്ന് കൊടുത്താൽ x4 കണ്ടുപിടിച്ചാൽ നമുക്ക് 7 എന്നാണ്. ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആകുമ്പോൾ അടുത്ത ടൈം കിട്ടേണ്ട 7 എന്നാണ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് 13 ആണ്. അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് എന്തല്ല? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. അപ്പം നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, ഒരു ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ സാധാരണ കേസിലെല്ലാം നിങ്ങൾക്ക് തരുന്ന കേസുകളെല്ലാം തന്നെ ഏതെങ്കിലും x2 മൈനസ് x1, x3 മൈനസ് x2 ഇത് രണ്ടും കണ്ടുപിടിക്കുമ്പോൾ
ഈക്വലായിട്ട് കിട്ടുന്ന കേസ് മാത്രമേ തരത്തുള്ളൂ. കാരണം അല്ലാതെ അങ്ങോട്ട് നിങ്ങൾ ചെയ്തു പോകാൻ നിങ്ങൾക്ക് ടൈം കിട്ടത്തില്ല. ഇവിടെ x4 കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് 13 കിട്ടുന്നു. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. പക്ഷെ ഫസ്റ്റ് 3 ടേംസ് എന്താണ്, ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണ്. ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും: n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 പ്ലസ് 2n-1. ഈ റീസൺ കൊണ്ടാണ്, അതായത് 1 കൊടുക്കുമ്പോൾ ഈ ഭാഗം 0 ആയിപ്പോവും, 2 കൊടുക്കുമ്പോഴും 0 ആയിപ്പോവും, 3 കൊടുക്കുമ്പോഴും 0 ആയിപ്പോവും. അപ്പോൾ ഈ ഭാഗത്ത് മാത്രമായിരിക്കും നമ്മൾ നമ്പർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ 3 ടേം അരിത്തമാറ്റിക് സീക്വൻസ് ആകുന്നത്. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ ഇത് ചെയ്യണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന സീക്വൻസിൽ എങ്ങനെയായിരിക്കും, സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേം കുറയ്ക്കുക, അല്ലെങ്കിൽ 4 ടേം തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 4ാമത്തെ ടേമിൽ നിന്ന് 3ാമത്തെ ടേം കുറച്ച് നോക്കുക. ബട്ട് നോർമലി x2 മൈനസ് x1ഉം x3 മൈനസ് x2ഉം കണ്ടുപിടിക്കുമ്പോൾ സെയിം ആയിട്ട് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അതല്ല എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതാണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള പോർഷൻ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യം കൂടെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം. ഞാൻ ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 1-2 പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ 1-2 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്.